ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ ആണ്. വെള്ളയപ്പവും ചപ്പാത്തിയും അതും ബ്രെഡിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കിയാലോ. ഇത് ഞാനിപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി അതിലോട്ട് കുറച്ച് കുരുമുളക്, കുറച്ച് പട്ട, ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 5 ഏലക്കയുള്ള എടുത്തിട്ടുണ്ട്, പിന്നെ താജ് പട്ട എന്നുവെച്ചാൽ ബേലീഫ് എന്നൊക്കെ പറയും. നമ്മുടെ പട്ടയുടെ ഇല ഉണങ്ങിയതാണ്, അതൊരു പകുതിയും എടുത്തിട്ടുണ്ട്. അതും അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇപ്പം നല്ലപോലെ ഒരു മുരിഞ്ഞ ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുവാണേ. ചെറിയ സവാളയാണെങ്കിൽ 3 എടുക്കണം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഒട്ടും വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സവാള വഴന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. അതിൻ്റെ ലോ ഫ്ലെയിമിലിടുക. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു കാര്യം ഇടാൻ മറന്നുപോയി. ഒരു 3 പച്ചമുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇപ്പം അത്യാവശ്യം നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് സവാള. കണ്ടോ? ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ്, ഇപ്പം ഞാനിത് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു, അത് 4 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് ഇടാഞ്ഞിട്ടാണ്, എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല ക്യാരറ്റ് കറിയിലിടുന്നത്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിലിടാഞ്ഞത്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം.
ചിക്കനും ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനൊപ്പം ഇത്തിരി വിനാഗിരിയും കൂടി കൂട്ടി കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവേ. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം, 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടേ. തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മസാലപ്പൊടി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂണിൽ ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ചിക്കൻ കൂടുതലുള്ളത് കൊണ്ടാണ്. കുറച്ചാണെങ്കിൽ 2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ 2-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കുറുക്കിലാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ച് നല്ലപോലെ ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ കൂട്ടി വയ്ക്കുക. അതിപ്പോൾ ഒരു 10 മിനിറ്റ് തുറന്നു നോക്കിയപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റൂക്ക് നല്ലപോലെ കറിയൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. അതെ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ. ഇനി അതിലോട്ട് 1-ാം പാലും അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടിയും കൂടി കൂട്ടി അരച്ചെടുത്തതാണ്. തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷമാണ് ഞാൻ കശുവണ്ടിയും കൂടി കൂട്ടി അരച്ചത്. അതും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ആക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റിയാണ്. ചപ്പാത്തി, ബ്രെഡ്, അതുപോലെ തന്നെ വെള്ളയപ്പം അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കറിയാണേ. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.